നിങ്ങളൊരു സെലിബ്രിറ്റിയാണോ? നിങ്ങളുടെ പേരിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങളുടെ ആരോപണങ്ങൾ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? കോടതിയിൽ ഇല്ലാത്ത കൃത്യത്തിന്റെ സമയവും സ്ഥലവും വരെ പറഞ്ഞ് വാദിഭാഗം വക്കീൽ നിങ്ങളെ വെള്ളം കുടിപ്പിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ ഈ ഡയഗ്രാം ഫിസിക്സും നിങ്ങളെ രക്ഷിച്ചേക്കാം. ആദ്യം എന്താണ് ഈ ഡയഗ്രാം എന്ന് പറയാം. ഇതാണ് പൊസിഷൻ ആക്സിസ്. സംഭവം നടന്നത് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ദൂരത്തിലായിരിക്കുമല്ലോ. ആ ഡിസ്റ്റൻസിനെ നമുക്കൊരു കോർഡിനേറ്റ് ആക്കി ഈ ആക്സിസിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ഇതാണ് സി ടി ആക്സിസ്. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. സംഭവം നടന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പ്രസന്റ് ടൈമിൽ നിന്നും എത്രയോ സമയം മുന്നേ ആയിരിക്കുമല്ലോ. എങ്കിൽ ആ ടൈമിനെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കോർഡിനേറ്റ് ആക്കി നമുക്ക് ഈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ടൈം 0 ആണ് ആൻഡ് നമ്മുടെ പൊസിഷനും 0 ആണ്. അടുത്തത് നമ്മൾ എക്സാക്ട്ലി 45 ഡിഗ്രിയിൽ ഞാനൊരു കോൺ വരയ്ക്കുന്നു. ഇനി എന്താണ് ഈ ഡയഗ്രത്തിലെ ഓരോ പോയിന്റും റെപ്രസെന്റ് ചെയ്ത് നോക്കാം. സപ്പോസ് ഇതൊരു പോയിന്റ് ആണ്. നമുക്ക് എന്തായാലും അറിയാം ഈ പോയിന്റിന് ഒരു പർട്ടിക്കുലർ എക്സ് കോർഡിനേറ്റ് ഉണ്ട് ആൻഡ് ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിനെയാണ്. അതായത് ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിന് ഒരു പർട്ടിക്കുലർ ടൈം കോർഡിനേറ്റ് ഉണ്ടാവും, പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് ഓരോ സംഭവത്തിനെയും നമുക്ക് ഈ ഡയഗ്രത്തിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഞാനോട് ഫിസിക്സ് വരാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നത് ഈ കോണിനുള്ളിലായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നത് ഈ കോണിനുള്ളിലും ആയിരിക്കും. ആൻഡ് ഈ കോണിന് പുറത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രകാശത്തെക്കാളും വേഗത്തിൽ ട്രാവൽ ചെയ്യുന്ന എന്തോ ഒരു ടെക്നോളജി നിങ്ങൾ ഉണ്ടാക്കിയെന്ന ഫിസിക്സിന്റെ ലോസ് ഒരിക്കലും അതിന് നിങ്ങൾ അനുവദിക്കില്ല. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം കൃത്യം നടന്ന സമയം എത്രയെന്ന് ചോദിക്കുക, സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക. ആ പൊസിഷൻ കോർഡിനേറ്റും ടൈം കോർഡിനേറ്റും നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് മാർക്ക് ചെയ്യുക. ഇനി ആ പോയിന്റ് ഈ കോണിന് പുറത്താണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പാസ്റ്റിൽ ഒരിക്കലും ആ സംഭവം നടന്നിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ആ സംഭവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. കോടതിക്ക് ഒരിക്കലും ഫിസിക്സിന്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ വെറുതെ വിടും. ഇനി ആ പോയിന്റ് അകത്തായാലോ? അകത്താവാതെ സൂക്ഷിച്ചോ. ഭാവിയിൽ ജയിലാവാൻ സാധ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കൂ.